ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനേ കോഴീനെ വാങ്ങി, മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴീനെ വാങ്ങിയത്. പക്ഷേ അതിപ്പോൾ മുട്ടയിടുന്നില്ല. ഏത് കോഴീനെ വളർത്തുന്നത് ഏറ്റവും നല്ലത്? ഗ്രാമശ്രീ ആണോ അതോ നമ്മുടെ BV380 ആണോ? ഈ ഫയോമി എത്ര മാസം കഴിഞ്ഞാൽ മുട്ടയിടും? ഈ കൂടിൻ്റെ അടിഭാഗത്ത് പൂഴിയിടുന്നതിൽ വല്ല പ്രശ്നമുണ്ടോ? ഞാൻ കോഴീനെ വളർത്തി, പക്ഷേ നമുക്ക് വലിയ മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ കുറേ ഡൗട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതെല്ലാം നമ്മളെ സബ്സ്ക്രൈബർ എടുക്കുന്ന വരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുക അതൊക്കെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക്, പുതിയ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അതൊരു ഉപകാരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വരിക നമുക്ക് ഇനി മുതൽ ഇങ്ങനത്തെ വരുന്ന കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നമുക്ക് തോന്നില്ല ചില വാലിഡ് ആയിട്ടുള്ള കമൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതെടുത്തിട്ട് എല്ലാ ശനിയാഴ്ച ഒരു വീഡിയോ ടോപ്പിക്കായിട്ട് ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എന്നാലും പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്കറിയാവുന്ന രീതിയിലും ബാക്കിയുള്ളവരുടെ അന്വേഷിച്ചിട്ടൊക്കെ അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ അത് നമുക്കൊരു വീഡിയോ ആയിട്ടും കൂടി ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു, അവന്തിക 9488. ഏത് കോഴിയാണ് കൂടുതൽ നല്ലത്? ഗ്രാമശ്രീ എന്നും മുട്ടയിടുമോ? ഇത് ലാഭമാണോ? അപ്പോൾ അതാണ് ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ കോഴി ഏതാ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ എങ്ങനെ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഇരിക്കും. ഇപ്പോൾ അഴിച്ചുവിട്ട് വളർത്താനാണോ അല്ലെങ്കിൽ KG സിസ്റ്റത്തിൽ വളർത്താനാണോ, ഫുഡ് അതായത് തീറ്റ എങ്ങനെയൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പം ഗ്രാമശ്രീക്ക് ആകുമ്പോൾ നമുക്ക് കേജിലും വളർത്താം, അഴിച്ചുവിട്ടിട്ടും വളർത്താം, പിന്നെ എല്ലാത്തരം തീറ്റയും കൊടുത്തിട്ട് വളർത്താം. ഓക്കെ, പിന്നെ നമ്മുടെ ഗ്രാമശ്രീ എന്നും മുട്ട കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഴ്ചയിൽ നമുക്കൊരു 4 മുട്ട വരെയൊക്കെ പ്രതീക്ഷിക്കാം. വർഷത്തിൽ നമ്മളെ കോഴീൻ്റെ മുട്ട ഉൽപ്പാദനം എന്ന് പറയുന്നത് ഒരു 200 ആ റേഞ്ചിലൊക്കെ, 150, 200, 220 ഒക്കെ പറയാം. അത് നല്ല രീതിയിൽ തീറ്റയൊക്കെ കൊടുക്കുകയാണെങ്കിൽ, മുട്ട തീറ്റയൊക്കെ മിക്സായി കൊടുക്കുകയാണെങ്കിൽ ഒരു 200, 220 മുട്ടയൊക്കെ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അടുത്തൊരു കമൻറ്റ് ശ്രീജ B എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്സ്ക്രൈബറാണ്. ഫയോമി എത്ര മാസം ആകുമ്പോൾ മുട്ടയിടും? നമ്മൾ നോർമലി എല്ലാ കോഴികളും ഒരു 5.5 to 6 മാസം മുതൽ മുട്ടയിട്ട് തുടങ്ങും. ഓക്കെ, അഥവാ 6 മാസം കഴിഞ്ഞിട്ട് മുട്ടയിടുന്നില്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. എന്താ പറയുക, വിരയിളക്കാനുള്ളതും, പിന്നെ ആദ്യം കോഴിക്ക് വെയിറ്റ് ഉണ്ടോ നോക്കണം. അപ്പോൾ വിരയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കോഴിക്ക് വെയിറ്റ് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുക. നോർമലി ഒരു 5.5, 6.5 മാസം വരെയൊക്കെ മാക്സിമം നോക്കുക. ചിലപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കോഴീനെ വാങ്ങും, ചിലപ്പോൾ 3 മാസം എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നത് ചിലപ്പോൾ 2.5 മാസം, ചിലപ്പോൾ 2 മാസമൊക്കെ ആയിട്ടുണ്ടാകും. ചിലപ്പോൾ ഇന്നത്തെ നല്ല തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കോഴി നല്ല രീതിയിൽ ബോഡി വെയിറ്റ് വെക്കും. പക്ഷേ ചിലപ്പോൾ ആ ഒരു സമയം പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിട്ടുള്ളത്, മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴി വാങ്ങിയിട്ട് മുട്ട ഇടുന്നില്ല. ഓക്കെ, അതിപ്പോൾ എങ്ങനെയാണെന്നുള്ള എനിക്കും ഡൗട്ടാണ്. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ഒരു മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴി അവർ നമ്മളോട് പറയുന്നത് ചിലപ്പോൾ ഒരു 2 മാസമായിട്ട് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴിയായിരിക്കും പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക. പക്ഷേ ആ പറഞ്ഞ കോഴി ശരിക്കും 2 മാസമാണോ അല്ലെങ്കിൽ 8 മാസമാണോ അല്ലെങ്കിൽ 1 വർഷമായതാണോ എന്ന് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റണം. കോഴിയെ കണ്ടാൽ ചില ആൾക്കാർക്ക് മനസ്സിലാവും. അതിൻ്റെ പൂവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴിയൊക്കെയാണെങ്കിൽ അതിൻ്റെ പൂ കുറച്ച് എന്താ പറയണ്ടേ നല്ല ഇതുണ്ടാവും. അവർ എന്താ പറയണ്ടേ ശരിക്കും ഇങ്ങനെ നിൽക്കും. മേലെ അതിൻ്റെ പൂവ് നല്ല വൃത്തിക്ക് കാണാൻ ഒരു അഴകുണ്ടാവും. പിന്നെ ഏകദേശം പ്രായമായി വരുമ്പോൾ അതിൻ്റെ പൂവൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് താഴോട്ടേക്ക് വന്ന് ഒരു കോഴിയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പം നിങ്ങൾ പിന്നെ തീറ്റയിൽ വന്ന മാറ്റമോ കാര്യങ്ങളോ അതൊക്കെ ചിലപ്പം പ്രശ്നം വരാം. ചിലപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള തീറ്റ ക്രമവും കാര്യങ്ങളൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങളടുക്ക് എത്തിയിട്ട് തീറ്റയിൽ നിന്ന് വ്യത്യാസം വരാനുള്ള ചാൻസസും ഉണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് ദിവസം ഇപ്പോൾ അടുത്ത വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 2-3 ദിവസമൊക്കെ ആയിട്ട് വാങ്ങിയിട്ട് ഉള്ളെങ്കിൽ ഒരാഴ്ചയൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കുക. ചിലപ്പോൾ സ്ഥലം മാറിയതിൻ്റെ പ്രശ്നമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചിലപ്പം വരാം. പിന്നെ നമുക്ക് ഒരു കമൻറ്റ് വന്നിട്ടുള്ളത് pink_747 എന്ന് പറഞ്ഞൊരു ആളാണ്. അപ്പോൾ പൂഴിയില്ല നമ്മളെ കൂടിൻ്റെ അടിഭാഗത്തിട്ടാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ കോഴികൾ ചാവുന്നുണ്ട്. അതായത് അവരെങ്ങനെ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അതായത് നമ്മളെ ഇപ്പം നിലത്ത് ഇപ്പം നമ്മളെ സാധാരണ KG സിസ്റ്റം ആയിരിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നിലത്തൊക്കെ പൂഴിയിടാമെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പൂഴിയിടുന്നതിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നോർമലി അധികം ആൾക്കാർ അറക്കപ്പൊടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഈ നിലത്തിടാൻ വേണ്ടിയിട്ട് അറക്കപ്പൊടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ പൂഴി ഇട്ടതിനെ കൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, പിന്നെ കോഴി ചാവുന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ എന്തെങ്കിലും വ്യക്തമായി പറയുന്ന കാരണമുണ്ടോ, അതായത് രോഗങ്ങളോ ഇല്ല ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്താണെന്നുള്ളത്.
ചിലപ്പോൾ കോഴികൾക്ക് എന്തെങ്കിലും രോഗലക്ഷണങ്ങളോ തൂങ്ങി നിൽക്കലോ അങ്ങനെ പെട്ടെന്ന് ചാവില്ലല്ലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷണം ഉണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കുക, അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിട്ട് എന്നിട്ട് അതിന് വേണ്ട പ്രതിവിധികൾ ചെയ്യണം. ഓക്കെ. പിന്നെ മുഹമ്മദ് റാഷിദിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, ഗോതമ്പ് ഫുള്ളായിട്ട് കൊടുക്കാമോ? അതായത് വലിയ കോഴിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഗോതമ്പ് വലുതായിട്ട് കൊടുക്കുന്ന കുഴപ്പമില്ല. ഇപ്പം നമ്മളൊക്കെ വീട്ടിലെന്ന് വെച്ചാൽ നോർമലി നമ്മൾ വലിയ കോഴിക്കാണെങ്കിൽ ഗോതമ്പ് അങ്ങനെ തന്നെ ഇതായിട്ട് കൊടുക്കും, ചിലപ്പം കുതിർത്തിയിട്ടിട്ട് കൊടുക്കും. അത് വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് ഒരു 3, 4, 5, 6 മണിക്കൂറൊക്കെ വെച്ചിട്ട് എന്നിട്ട് അത് എടുത്ത് കൊടുക്കും. പിന്നെ മുളപ്പിച്ചിട്ട് കൊടുക്കാം, അതും നല്ല ഇതാണ് കേട്ടോ മുളപ്പിച്ച് കൊടുക്കുന്നത്. പിന്നെ ചെറിയ കോഴി, ഇപ്പോൾ 1 മാസം 2 മാസം പ്രായ കോഴിക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാതിരിക്കുന്ന നല്ലത്. അത് പൊടിച്ചിട്ട്, അതായത് നുറുക്ക് ഗോതമ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ചെറുതാക്കിയിട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഓക്കെ. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആരായിരുന്നു, വർഗീസ് ചാക്കോ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയുടെ കമൻറ്റായിരുന്നു. അതിൽ ആര് വാങ്ങും, മിക്കവാറും ഇതുപോലുള്ള പരിപാടിക്ക് മാർക്കറ്റ് കിട്ടാറില്ല. അത് നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ തനിനാടൻ ആണോ അത് മുട്ടക്കോഴിയെ വളർത്താനാണോ ലാഭം, അതിൻ്റെ ആ ഒരു വീഡിയോക്കാണ് കമൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു കമൻറ്റായിട്ട് എനിക്ക് തോന്നിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കോഴി വളർത്തുമ്പോൾ പല ആൾക്കാരും ഒരു പ്രശ്നം വെച്ചാൽ നമ്മൾ മാർക്കറ്റ് നോക്കാതെ ആയിരിക്കും കോഴീനെ വളർത്തുന്നത്. ഇപ്പം നമ്മളെ ഒരു എക്സാമ്പിൾ ഇപ്പം ഞാൻ പറയും, ഇപ്പം എൻ്റെ അവിടെ ഞാൻ കൈരളിക്കോഴീനെ വളർത്തി. ആ കൈരളിക്കോഴീൻ്റെ മുട്ട എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സൊണാലി കോഴീൻ്റെ മുട്ട എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ചെറുതായിരിക്കും. ഇപ്പം ചില ആൾക്കാർക്ക് ആ മുട്ട ആവശ്യമുണ്ടല്ലോ, അവർക്ക് വേണ്ടത് ആരും 8 റുപ്യോ 9 റുപ്യം കൊടുത്ത് മുട്ട വാങ്ങുമ്പോൾ മുട്ട കാണാൻ കുറച്ച് വലിപ്പം ഉണ്ടാവണം. ഇപ്പോൾ കുറേ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. കാരണം ചില ആൾക്കാർക്ക് ഈ നാടൻ കോഴിൻ്റെ മുട്ടേൻ്റെ ഗുണമോ കാര്യങ്ങളൊന്നും അറിയേണ്ടിയില്ല. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുട്ട കാണാൻ വലിപ്പം വേണം, കൊടുക്കുന്ന പൈസക്ക് കുറച്ച് വലിപ്പമുള്ള മുട്ട കിട്ടണം, അതായിരിക്കും ചില ആൾക്കാരെ കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലത്ത് നാടൻ കോഴി മുട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോകില്ല, കാരണം അത് അവിടെ ഫെയിലായി പോകും. അതുപോലെ തന്നെ നമ്മൾ ഇറച്ചിക്ക് ഇപ്പം നമ്മളെ ഏരിയയിലൊക്കെ, നമ്മളെ ഏരിയ എന്നല്ല, ഈ ശ്രീകണ്ഠാപുരം ഭാഗത്തൊക്കെ ഇപ്പോൾ കുറേ ഹിന്ദിക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോടൊരു നമ്മളെ കസ്റ്റമർ, നമ്മൾ കോഴിനെ സെയിൽ ചെയ്യാറുണ്ട്, അപ്പോൾ അവിടുത്തെ ഒരു കസ്റ്റമർ പറഞ്ഞാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഹിന്ദിക്കാർ ഭയങ്കര ഇറച്ചിക്ക് ഡിമാൻഡാണെന്ന് പറയുന്നത്, അവർക്ക് കൊടുക്കാൻ സാധനമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഏരിയയിലൊക്കെ ഇറച്ചിക്കൂനെ വളർത്തുമ്പോൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് പോകാൻ നമുക്ക് പറ്റും. നേരെ മറിച്ചിട്ട് നമ്മൾ നാട്ടിൻ പുറത്ത് ആടെ ഇറച്ചിക്ക് ഡിമാൻഡില്ലാത്ത സ്ഥലത്തൊക്കെ നമ്മളിത് സെയിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കൂല. ഇപ്പോൾ ഏത് ബിസിനസ് ആയിക്കഴിഞ്ഞാലും നമുക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവമാണ് മെയിൻ. അത് നടക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ടേ, നമ്മളെ ഈ ബിസിനസ് മുമ്പോട്ടേക്ക് പോകില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ കോഴി വളർത്തുന്നത് നമ്മൾ ഹോബി ആയിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിംഗ് കാര്യങ്ങളെന്നല്ല നമ്മൾ മെയിനായിട്ട് നോക്കുക. അതായത് കുറച്ച് നമ്മൾ വീട്ടാവശ്യത്തിന് മുട്ട നമ്മൾ അത് അങ്ങനെ ആ ഒരു ഇതിൽ അങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അതിന് ലാഭം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും നമ്മളിത് കോഴി വളർത്തുന്നുണ്ടാവുക. നമ്മളൊരു ഹോബിക്ക് നമ്മൾക്ക് അതിനോടുള്ള ഇഷ്ടം കൊണ്ട് വളർത്തുന്നതായിരിക്കും. അങ്ങനത്തുള്ള വ്യക്തികൾ ഇങ്ങനത്തെ ലാഭത്തിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും നോക്കില്ല. അവർ അതിനുള്ളൊരു ഇഷ്ടം കൊണ്ടോ സ്നേഹം കൊണ്ടോ അങ്ങനെ അങ്ങ് മുമ്പോട്ടേക്ക് പോകും. പക്ഷേ നമ്മൾ ഒരു ബിസിനസ് എന്നുള്ള ലെവലിലേക്ക് കോഴി വളർത്തൽ മാറുമ്പോൾ മാർക്കറ്റിംഗ് മെയിനാണ്. അത് ആ ഏരിയയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം, അതിന് ശ്രമിക്കണം. അത് ശ്രമിക്കാൻ പറ്റൂല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് അവിടെ ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് അവിടെ ഒരു ഇത് വർക്കൗട്ടാക്കി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ, മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ആ പരിപാടി അവിടെ നടത്തേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ SPK നീര 369, ഞാൻ പറയുന്നത് കറക്റ്റാണെന്നറിയില്ല. ഓക്കെ. അപ്പോൾ അവരുടെ കമൻറ്റ് എന്ന് പറയുന്നത് BV 380 കോഴി 300 മുട്ട മാത്രമേ കിട്ടുകയുള്ളൂ. അത് ഏകദേശം കറക്റ്റാണ്. കാരണം ഒരു 300-320 മാക്സിമം, അതിന് അപ്പുറത്തേക്കൊന്നും കോഴി മുട്ടയിടില്ല. ഏകദേശം ഒരു 300 to 320 ആ തീറ്റക്രമൊക്കെ അത്രയും നീറ്റ് കറക്റ്റൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു 300-320 നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു T4 ടിപ്സ് കേരളയാണെന്ന് തോന്നുന്നു. ഓക്കെ. അവരൊരു കമൻറ്റ് വന്നിട്ടുള്ളത്, എന്തോന്ന് ക്യാപ്ഷൻ, ദിവസം ഒരു മുട്ടയിൽ കൂടുതൽ തരുന്ന ഒരു കോഴിയും ഉണ്ടെന്ന് തോന്നുന്നില്ല, വർഷത്തിൽ കൂടുതൽ മുട്ട തരുന്നത് എന്നായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അവർ പറഞ്ഞത് കറക്റ്റാണ്. കാരണം വെച്ചാൽ ആ വീഡിയോ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ദിവസവും കൂടുതൽ മുട്ടയിടുന്ന കോഴി ഇനങ്ങൾ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് തെറ്റായിരുന്നു. അതായത് വർഷത്തിൽ നിന്നായിരുന്നു വേണ്ടത്. പക്ഷേ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവരെ കമൻറ്റ് വന്നപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അപ്പോൾ പിന്നെ വീണ്ടും ആ ക്യാപ്ഷൻ മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ പിന്നെ റീച്ച് കുറയും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്ക്രിപ്ഷനും ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ പണി കിട്ടും. പിന്നെ ഈ അറിയാലോ, ഫാമിങ്ങിൽ എന്ന് വെച്ചാൽ നമുക്ക് നോർമലി അങ്ങനെ കാണാനും ഇതാക്കാനും വലിയ ആൾക്കാരും ഇപ്പം നമ്മളെ നോർമലി എൻ്റർടൈൻമെൻറ്റ് ഇതുപോലെ നമുക്ക് വലിയ വ്യൂവേഴ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ആകെ നമ്മളെ വീഡിയോസിനൊക്കെ കിട്ടുന്നത് മാക്സിമം ഒരു 1000, 2000, 3000 വ്യൂസൊക്കെയാണ് മാക്സിമം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് വേറെ വലിയ കാര്യമൊന്നും കിട്ടാനില്ല. പക്ഷേ എന്നാലൊരു ഇഷ്ടം കൊണ്ട് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ക്യാപ്ഷൻ പിന്നെ ഞാൻ മാറ്റാതിരുന്നത്.
ഓക്കെ, ഇതുപോലെ ഇതുപോലെ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചൂണ്ടിക്കാണിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് അതൊക്കെ തിരിച്ച് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. ഇനി വരും വീഡിയോസിലൊക്കെ നമ്മളത് പരമാവധി ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഒരു വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ കമൻറ്റ് ചെയ്തിട്ടുള്ളത്, BV380 കോഴി ഈ പറഞ്ഞ പോലെ മുട്ട കിട്ടില്ല, ഞാനും വളർത്തി നോക്കി പൊട്ടിപ്പോയി. ഇങ്ങനത്തെ ഒരു കമൻറ്റിൽ എനിക്ക് പറയാനുള്ളത്, കാരണം കോഴി വളർത്തൽ ലാഭമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭം തന്നെയാണ്. കാരണം ഇപ്പം നമ്മളെ ഇന്ത്യ നോക്കണ്ട, നമുക്കിപ്പം കേരളം തമിഴ്നാടൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദനം അവിടെ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ നമ്മൾ മൈസൂർ ആ ഒരു ഭാഗത്ത് പൊള്ളിപ്പട്ട എന്ന് തോന്നുന്നു, അവിടെ ഞാൻ ഒരു കോഴി ഫാമിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ ഏകദേശം ഒരു 10,000 കോഴിയോളം വളർത്തുന്നുണ്ട്. വലിയൊരു ഫാമാണ് അത്. ഓക്കെ, അവിടെ തീറ്റ ചിലവൊക്കെ അവർക്ക് കുറവ് തന്നെയാണ്. ഏകദേശം ഒരു 25-26 റുപ്യ അങ്ങനെ ഒരു കിലോ നമ്മൾ മുട്ടത്തീറ്റയ്ക്ക് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏകദേശം ഇപ്പം 35-36 രൂപയായെന്ന് തോന്നുന്നു. ചില സ്ഥലത്ത് 38 പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഒരു ദിവസം ഒരു കോഴിക്ക് 110 ഗ്രാം അളന്ന് കൊടുക്കുകയാണെങ്കിൽ കോഴി വളർത്തൽ നഷ്ടത്തിലേക്ക് പോവില്ല. പിന്നെ നഷ്ടമില്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല. അങ്ങനത്തെ ഒരു ബിസിനസ്സും ഇല്ലയെന്ന് അത് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. കാരണം നഷ്ടമില്ലാത്ത ഒരു ബിസിനസ്സും ഇല്ല. നമ്മളെങ്ങനെ ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും അത് ലാഭത്തിലേക്ക് പോക്ക്. കാരണം കോഴികൾ ഇപ്പോൾ ഒരു ബ്രീഡ്, ഇപ്പോൾ ഒരു BV380 അവർ പറയുന്ന ബ്രീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 300 മുട്ട എന്നാണ്. ഇപ്പം ഒരു സിമ്പിളൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ 100 കോഴിനെ വളർത്തിയിട്ട് നമുക്കാർ കൂട്ടുന്ന ഒരു 75 മുട്ട, പിന്നെ ആ 100 കോഴിനെ വളർത്തുമ്പം 100 മാക്സിമം പടയായിരിക്കണം. പൂവനെ അതിൽ വെക്കണ്ട. കാരണം പൂവനെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ തീറ്റ വേസ്റ്റായി പോകും. തീറ്റ വേസ്റ്റ് ആവുന്നില്ല, പിന്നെ നമ്മൾ ഇറക്കാൻ കൊടുക്കുമ്പോൾ ഒരു പൈസ കിട്ടും. പക്ഷേ നമ്മൾ മുട്ട വെച്ച് നോക്കുമ്പോൾ മുട്ടേൻ്റെ ആവശ്യത്തിന് വളർത്തുമ്പോൾ പൂവനെ അതിൻ്റെ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരു 75 മുട്ട നമുക്ക് ആ ഒരു കൂട്ടുന്ന കിട്ടുന്നില്ലെങ്കിൽ, 100 കോഴിയുള്ള കൂട്ടുന്ന 75 മുട്ട കിട്ടുന്നില്ലെങ്കിൽ, പിന്നെ അതിൽ ഒന്നിക്കൽ കോഴിയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതല്ലെങ്കിൽ നമ്മുടെ തീറ്റക്രമത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ആയിട്ട് പ്രശ്നം ഉണ്ടാവും. അത് അതിനെ കുറിച്ചൊന്നും കൂടി വൃത്തിക്ക് പഠിച്ചിട്ട് വീണ്ടും ട്രൈ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അത് നമ്മൾ സക്സസ് ആക്കി എടുക്കാൻ നോക്കും. ഏത് ബിസിനസ് ആയിക്കഴിഞ്ഞാൽ അതിൽ റിസ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് സക്സസ് ആക്കി എടുക്കാൻ പറ്റും, അത് നമ്മളെ കയ്യിലൊന്നും ബാക്കിയുള്ളത്. അങ്ങനെ കോഴി വളർത്തൽ ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നഷ്ടമൊക്കെ ഉണ്ടാവും. കാരണം അത് നമുക്ക് ലാഭത്തിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും. കാരണം എന്താ പറയുക, ഇപ്പോൾ കോഴി വളർത്തലിൻ്റെ അകത്ത് ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ 8 നിലയിൽ ആ കൂട് കാലിയായി പോകും അല്ലേ. അപ്പോൾ അവിടെ നഷ്ടം ഉണ്ടായി. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മുട്ട ഉൽപ്പാദനം ഉണ്ടാകുന്നില്ല, നമ്മൾ തീറ്റ കൊടുത്തിട്ട് മുട്ട ഉൽപ്പാദനം ഉണ്ടാകുന്നില്ല, അവിടെ നഷ്ടം വരാം. അപ്പോൾ ആ നഷ്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും തീറ്റ കൊടുത്തിട്ട് മുട്ട കിട്ടുന്നില്ല, കോഴിനെ പിന്നെ ഒഴിവാക്കുക. പിന്നെ അവിടെ വെച്ചിട്ട് കാര്യമില്ല, നേരെ മാറ്റുന്ന ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ പിന്നെ തീറ്റയിൽ എന്തെങ്കിലും മാറ്റം വരുത്തി നോക്കുക. എന്നിട്ട് ഒന്നും വർക്കൗട്ട് ആവുന്നില്ലേ, പിന്നെ നമ്മൾ അതിൽ കടിച്ചു തൂങ്ങി എന്നിട്ട് വെറുതെ പൈസ ചിലവിട്ടിട്ട് കാര്യമില്ല. ഇതെല്ലാം ബിസിനസ് മോഡലാണ് പറയുന്നത്. നമ്മൾ ഹോബിക്ക് വളർത്തും ഇതൊന്നും ഒരു പ്രശ്നമല്ല. കാരണം നമ്മൾ അന്നേരം ലാഭം നോക്കില്ല, നമ്മൾ അതിനോട് ഇഷ്ടം കൊണ്ടായിരിക്കും വളർത്തുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യാനുണ്ട്. കാരണം ഏത് ബിസിനസ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ലാഭവും നഷ്ടവും ഉണ്ടാവും. കോഴി വളർത്തൽ അതുപോലെ തന്നെയാണ്. ഓക്കെ, ഞാൻ ലാഭം ഉണ്ടാകുമെന്ന് പറയാൻ കാരണം നമ്മളത് വൃത്തിക്ക് ചെയ്യുകയാണെങ്കിൽ ലാഭം ഉണ്ടാകും. പക്ഷേ എന്ന് വെച്ചിട്ട് നഷ്ടമില്ലാണ്ട് ഇരിക്കുകയില്ല. ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് വരുമ്പോൾ മാത്രമേ ഇത് ലാഭത്തിലേക്ക് പോവുള്ളൂ. പിന്നെ സെയിം അവരുടെ ഒരു കമൻറ്റ് ഒന്നുകൂടി ഉണ്ടായിരുന്നു. സൊണാലിലെ മുട്ട ചെറുതാണ്, എന്ത് ചെയ്യും മുട്ട വലുതാകാൻ? നോർമലി ആ ഒരു ബ്രീഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ തന്നെ. നമ്മുടെ നാടൻ കോഴിയൊക്കെ അറിയാം, സൊണാലി, കൈരളി, അതിൻ്റെയൊക്കെ മുട്ട അത്യാവശ്യം ചെറുതായിരിക്കും. ഗ്രാമപ്രിയ, ഗ്രാമശ്രീ, BV380 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ മുട്ട നോർമലി ചെറുതായിരിക്കും. ഓക്കെ, പിന്നെ മുട്ട വലുത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രാമശ്രീ പോലത്തെ കോഴീനായിരിക്കും വളർത്തുന്നത് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓൾ കേരള ലെവലിൽ കോഴീനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കോഴീനെ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. പരമാവധി വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക. മെസ്സേജ് അയച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അർജൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സ്ഥലം വരുന്ന കണ്ണൂരാണ്. ഓൾ കേരള ലെവലിൽ നമ്മൾ കോഴീനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മളെ ട്രസ്റ്റഡ് ഫാമേഴ്സ് കുറേ ഉണ്ട് നമ്മളെ കേരളത്തിൽ. അപ്പോൾ അവരുടെ അടുക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ബ്രീഡിനെ സെലക്ട് ചെയ്തിട്ട് നിങ്ങളെ ആവശ്യത്തെ അനുസരിച്ച് നമ്മൾ പെറ്റ് ട്രാൻസ്പോർട്ട് വണ്ടി ഉണ്ടല്ലോ, അതിൽ നിങ്ങളെ ലൊക്കേഷൻ NH ഹൈവേ വഴി അവിടെ ലൊക്കേഷൻ എവിടെയാണ് അവിടെ ഡെലിവറിയും. ഹോം ഡെലിവറി ഉണ്ടായിരിക്കില്ല, NH ഹൈവേ ഡെലിവറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ യുവാർഷന് വഴി നമുക്ക് വാട്സപ്പ് ചാനൽ, ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റ ID ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ താഴെ കമൻറ്റ് ചെയ്യുക. എന്നെക്കൊണ്ട് പറ്റാവുന്നതിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കമൻറ്റ് എടുത്തിട്ട് വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. അത് അങ്ങനെ ഒന്നുമില്ലെങ്കിൽ കുറച്ചാൾക്കും അതൊരു ഉപകാരപ്രദമാവുമല്ലോ. ഓക്കെ,
അപ്പോൾ നമ്മൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബായ്.